ഇവിടെ എൻ്റെ ഫാമിലിയിൽ നിന്നൊരു വീഡിയോ ചെയ്യുന്ന പോലെയാണ് ഇപ്പോൾ എനിക്ക് ഫീൽ വരുന്നത്. എപ്പോഴും വരുന്നൊരു വീട്, വലിയൊരു അച്ചീവ്മെൻറ്റുമായിട്ട് എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ ഫാറൂഖ് മാഷ മകൻ ഫാദിൽ ഇപ്പോൾ വലിയൊരു നേട്ടാട്ടോ. നീറ്റ് പരീക്ഷകളൊക്കെ കണ്ടിട്ടുണ്ടാവും, എന്തൊരു ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷേ ഇവന് 600 എത്ര റാങ്ക് ഫാദിൽ? 1946 ഓൾ ഇന്ത്യ റാങ്ക് 1900. കൺഗ്രാജുലേഷൻസ്. കടുങ്ങൂത്തിൻ്റെ തൊട്ടടുത്തുള്ള എല്ലാ അങ്ങനെ ഗവൺമെൻറ് സ്കൂളൊക്കെ പഠിച്ചു വന്ന് നേടിയ ഒരാളാണ്. ഏതൊക്കെ സ്കൂളാണ് പഠിച്ചത്? ഞാൻ 10 വരെ മക്കരാമ്പ് സ്കൂളിലും LP UP AUP സ്കൂൾ മലപ്പുറം അല്ലേ? ഇവിടെയൊക്കെ പഠിച്ചിട്ടാണ്. നോക്കി ഞങ്ങൾ ഈ വർഷം കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഒരു സംശയം, നല്ല ഫുട്ബോൾ പ്ലെയറാണ്. ഇവിടെ ക്ലബ്ബ് ആക്ടിവിറ്റീസ്, സോഷ്യൽ വർക്കിലും സജീവമാണ്. ഇതിനൊക്കെ ഇവിടെ ചെങ്ങായി നേരെ അൽഹംദുലില്ലാ എങ്ങനെ ഇതൊക്കെ കിട്ടണത്? വളരെ കൂളാണ് ഇവന്. അതാണ് ഇവൻ്റെ പ്രത്യേകത. ഇതിലേറ്റവും നിങ്ങൾ എൻട്രൻസ് ചെയ്യുന്ന കുട്ടികൾ ഇവനെ കണ്ട് പഠിക്കണം. ഞാനും മാനും ഞാൻ വിളിക്കാറുള്ളത്. പിന്നെ ഞങ്ങൾ ഇവൻ്റെ കോച്ചിങ് സെൻറ്ററിൽ പോകുമ്പോൾ ഇവന് വീട്ടിൽ പ്രോഗ്രാം അപ്പല്ല, കളിക്കുന്ന സമയത്ത് കളിക്കുമ്പോൾ കളിക്കുക എന്നുള്ളതാണ്. നല്ല പ്ലെയറും കൂടെയാണ്. എന്താ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാനുള്ളത്? ഞാനിപ്പോൾ ഏറ്റവും നല്ലത് പാരന്റിങ് തന്നെയാണ്. ഇപ്പോൾ ഉപ്പ തന്ന വെട്ടിയ വഴി കൂടെ തന്നെയാണ് ഉപ്പ ഇങ്ങനെ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ പറഞ്ഞുതരും, ഞാനത് ചെയ്യും. പിന്നെ ഞാൻ അവിടെ എന്ത് പ്രശ്നം വന്നാലും പറഞ്ഞുതരാൻ ഉപ്പ ഉണ്ടാവും. പിന്നെ ഈ വഴി പോയ കുറെ ആൾക്കാരുണ്ട്, എൻ്റെ കസിൻസും, അങ്ങനെ ഓരോരുത്തരും അങ്ങനെ പറഞ്ഞതിൽ ഞാനങ്ങനെ പോയിട്ടേ ഉള്ളൂ. പിന്നെ ഭാഗ്യം പഠിച്ചോൻ്റെ ഒരു ഇതും. അതെ, അത് 100%. +1 +2 കൂടെ കിട്ടി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ. അല്ല റിപ്പീറ്റ് അല്ല, റിപ്പീറ്റ് അല്ല, ഒന്നുമല്ല. അതൊക്കെ എങ്ങനെയാ ഒന്ന് പറഞ്ഞു കൊടുത്തേ. അതെന്താ വെച്ചാല് അവിടെ ഉള്ള കുട്ടികളെ എന്താ വെച്ചാല് ഞാൻ ഹോസ്റ്റലിലേനി. അപ്പോൾ അവിടെ എല്ലാ കുട്ടികളും ഫുൾ ടൈം പഠിക്കുകയാരം. അപ്പോൾ നമ്മൾ ലീവിന് വരുമ്പോൾ മാക്സിമം എല്ലാ എന്നാലും ഞാൻ ഒരുവിധം എല്ലാ ലീവ് അല്ലാത്തതിനും വന്നിക്കണം. ഇപ്പാനെ പറഞ്ഞ് കരഞ്ഞും മറ്റേത് അതൊക്കെ വന്നിക്കണം. കാരണം എന്താ വെച്ചാൽ ഇവിടെ പോയപ്പോ ഭയങ്കര പ്രശ്നം, ഹോസ്റ്റലിൽ ആരും ഇല്ല, അറിയണ ആരുമില്ല, ഭയങ്കര ഐഡന്റിറ്റി ക്രൈസിസ് ആയിന്. പിന്നെ ഉപ്പ പറഞ്ഞു എല്ലാരും ഇങ്ങനെ വിളിച്ചും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇന്ന് വീട്ടിലേക്ക് വിളിച്ച് കരയേന് എനിക്ക് ഇവിടെ നിൽക്കണ്ടെന്നൊക്കെ. പിന്നെ എങ്ങനെയൊക്കെ ശരി അൽഹംദുലില്ലാ അവിടെ നിന്നത് ഭാഗ്യം. നിർത്തി പോകുന്നില്ല, എൻ്റെ കുറേ ഒപ്പമുള്ള ഫ്രണ്ട്സ് നിർത്തി പോകാൻ തോന്നിയില്ല അൽഹംദുലില്ലാ. അങ്ങനെ നിന്ന് ഒപ്പമുള്ള കുട്ടികളൊപ്പം അങ്ങനെ മുന്നിലെത്താൻ നോക്കി നല്ല രീതിയിൽ എഴുതാൻ പറ്റി എക്സാം. അതാണ് ഏറ്റവും വലിയ എൻട്രൻസ് എഴുതുമ്പോൾ ഏറ്റവും വലുത്. ആ നേരത്തെ 3 മണിക്കൂർ പെർഫോം ചെയ്യാന്നുള്ളതാണ്. നോക്കല്ലേ, അത് വരുമ്പോ നമുക്ക് ഈ OBC ഒക്കെ വരുമ്പോ ജിപ്മറിലൊരു സാധ്യത ഉണ്ട്. ഇത് നിയാസ് ഇവിടെ ജില്ലാ ഇതിലാണ്. ഏതിലും വർക്ക് ചെയ്യണത്? ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എളാപ്പയാണ്. പ്രാർത്ഥന, ഉമ്മ പ്രാർത്ഥിക്കാൻ അങ്ങനെ പ്രാർത്ഥിക്കും. ഉമ്മ എല്ലാരും പ്രാർത്ഥന കൊണ്ടും എല്ലാം കൊണ്ടും അൽഹംദുലില്ലാ സന്തോഷം. യൂണിവേഴ്സലിലാണ് ഇവന് പഠിച്ചത് കേട്ടോ. വളരെ സന്തോഷം.